विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 9ാം തന്ത്രത്തിലെ ജ്ഞാനഗുരു ദർശനമാണ് ഇനി നാം കാണാൻ പോകുന്നത്. ജ്ഞാനഗുരുവിനെ നമുക്ക് ഈ അധ്യായത്തിൽ ദർശിക്കാം. ജ്ഞാനം ശ്രേഷ്ഠമായ മഹത്തായ ആത്മവിദ്യ പ്രദാനം ചെയ്യുന്ന ഗുരുവാണ് ഇവിടെ ജ്ഞാനഗുരു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജ്ഞാനഗുരു എന്ന് പറയുന്നത് തിരുമൂലദേവൻ തന്നെയാണ്. നമുക്ക് ജ്ഞാനം ഉപദേശിക്കുന്നത്, നമുക്ക് ദിവ്യമായ ആ ശിവബോധം നമ്മിൽ ഉത്തേജിപ്പിക്കുന്നത് സാക്ഷാൽ തിരുമൂലദേവനാണ്. അതുകൊണ്ട് തിരുമൂലദേവനെ ജ്ഞാനഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ആദ്യം ഗുരു ശബ്ദത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ധർമാദികളെ ഉപദേശിക്കുന്നവൻ, ജ്ഞാനി എന്നീ അർത്ഥങ്ങളാണ് ഈ പദത്തിനുള്ളത്. ഗർഭാധാനം ചെയ്തവൻ, ഉപനയിച്ചവൻ, ഓത്തു ചൊല്ലിച്ചവൻ, ചോറ് കൊടുത്ത് വളർത്തിയവൻ, നമ്മെ ഭയങ്കരാവസ്ഥയിൽ നിന്ന് രക്ഷിച്ചവൻ. ഇവർ 5 പേരും ഗുരുക്കന്മാരായി കരുതിപ്പോരുന്നു. ജനിതാ ചോപനേതാചായശ്ച വിദ്യാം പ്രയശ്ചതി അന്നദാത ഭയത്രാദ പഞ്ചൈതേ ഗുരുവേ സ്മൃതഃ എന്നാണ് ഒരു മന്ത്രത്തിൽ പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ അവസ്ഥകളും ചെയ്യാൻ പിതാവിന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ പിതാവാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഗുരു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പിതാവിനെ തന്നെയാണ് ആദ്യമായി ഗുരുവായിട്ട് സങ്കല്പിക്കപ്പെടുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം നാരദൻ്റെ ഗുരുവാണ്. നാരദൻ്റെ പിതാവ് തന്നെയാണ് നാരദൻ്റെ ഗുരുവായി പരിണമിച്ചത്. അതോടെയാണ് നാരദനായി തീർന്നത്. അപ്പോൾ പിതാവിൽ നിന്ന് തന്നെയാണ് നാരദൻ ജ്ഞാനം ശ്രവിച്ചത്. ശാസ്ത്രവിധി അനുസരിച്ച് ഗർഭാധാനം തുടങ്ങിയ സാംസ്കാരിക കർമ്മങ്ങൾ ചെയ്യുകയും ആഹാരം നൽകി പോഷിപ്പിക്കുകയും ചെയ്യുന്നവൻ ഗുരുവാണെന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. പിന്നെ വിഷ്ണു സ്മൃതിയിൽ ഗുരു ശബ്ദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം നമുക്ക് നോക്കാം. ഗു ശബ്ദോഹ്യ അന്ധകാരാസ്യാദ് രു ശബ്ദസ്ഥ തന്നിരോധക അന്ധകാരനിരോധത്വാൽ ഗുരുരിത്യഭിധീയതേ. ഗു ശബ്ദത്തിന് അന്ധകാരമെന്നും രു ശബ്ദത്തിന് അതിനെ നിരോധിക്കുന്നത് എന്നും അർത്ഥം പറയുന്നു. അതിനാൽ അന്ധകാരത്തെ, അതായത് അജ്ഞാനത്തെ നിരോധിക്കുന്നവൻ, അതായത് ജ്ഞാനഗുരു, ജ്ഞാനത്തെ നൽകുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ ഗുരു എന്ന് അർത്ഥം. പിതാവ്, മാതാവ്, അഗ്നി, അധ്യാപകൻ, ആത്മാവ് ഇവരഞ്ചും ഗുരുക്കന്മാരാണെന്ന് മഹാഭാരതം വനപർവ്വത്തിൽ 214 അധ്യായത്തിൽ 27 ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ ശൈവരുടെ വിശ്വാസമനുസരിച്ച് സന്യാസദീക്ഷ വലിച്ചവന് കാഷായ വസ്ത്രം, മുണ്ടനം, ഭസ്മം, രുദ്രാക്ഷം, മന്ത്രം എന്നിവ ഗുരുക്കന്മാരാണ് നൽകുന്നത്. ഗുരു, പരമഗുരു അതായത് മുഖ്യഗുരു, പരമേഷ്ടി ഗുരു അതായത് ആധ്യാത്മിക ഗുരു എന്നിങ്ങനെ ഗുരുക്കന്മാരുടെ വേർതിരിവ് നാം കാണാറുണ്ട്. പണ്ട് ഗുരുക്കന്മാർ എത്രമാത്രം ആദരിക്കപ്പെട്ടിരുന്നുവെന്ന് ആ പഴയ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. അപ്പോൾ ഇതാണ് ഗുരുവിനെക്കുറിച്ച് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ജ്ഞാനഗുരുവിനെ ദർശിക്കാം. ഇവിടെ ജ്ഞാനഗുരു എന്ന് പറയുന്നത് സാക്ഷാൽ തിരുമൂലദേവൻ തന്നെയാണ്. അതായത് നമുക്കിത്രയും നാളും കഴിഞ്ഞ 4 വർഷത്തിലേറെ കാലമായിട്ട് നമുക്ക് തിരുമന്ത്രം ഉപദേശിച്ച് തരുന്നത് ജ്ഞാനഗുരുവായ സാക്ഷാൽ
തിരുമൂലദേവനാണ്. അതുകൊണ്ട് തിരുമൂലദേവനെ ജ്ഞാനഗുരുവായി സ്വീകരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശ്രവണം ലഭിച്ചു തത്വം 36 മാറ് അളവിൽ പതിഞ്ഞു നിൽക്കും ശിഷ്യൻ നൽകിയിടുന്നു. ഗുരുവരൻ തൻ്റെ സാക്ഷാൽ രൂപം ശിവസ്വരൂപം പെരുകിടും നിത്യാനന്ദം അവന് അതിനാൽ അവന് നിത്യാനന്ദം ലഭിക്കും. അപ്പോൾ ആരാണോ നിത്യാനന്ദത്തെ, ഒരിക്കലും നശിക്കാത്ത പരമാനന്ദത്തെ നൽകുന്നത്, അയാളാണ് ഇവിടെ ഗുരു. നമുക്ക് പരമാനന്ദം നൽകിയ സാക്ഷാൽ തിരുമൂലദേവനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആദ്യ ശ്ലോകത്തിലേക്ക് കിടക്കാം. ശ്രവണം ലഭിച്ചു തത്വം 36 മറന്ന് അളവിൽ പതിഞ്ഞു നിൽക്കും ശിഷ്യന് നൽകിയിടുന്നു. അപ്പോൾ ശിഷ്യന് ഗുരു ആദ്യം എന്താണ് ചെയ്യുന്നത്? ശ്രവണ മനന നിധിധ്യാസനങ്ങൾ, അതിലെ ശ്രവണമാണ് ആദ്യം ഗുരുവിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ അതോടെ തത്വം 36 മാറിക്കിട്ടും. മനുഷ്യ ശരീരത്തിലെ 36 തത്വങ്ങളും അതോടെ ഇല്ലാതാകും. പിന്നെ ശിഷ്യൻ സ്വതന്ത്രനാക്കുന്നു, മുക്തിക്ക് പാത്രമായിത്തീരുന്നു. അങ്ങനെ മുക്തിക്ക് പാത്രമായ ആ ശിഷ്യൻ ഗുരുവരൻ തൻ്റെ സാക്ഷാൽ രൂപം ശിവസ്വരൂപമാണെന്നറിയുന്നു. അപ്പോൾ ഗുരു എന്നുള്ളത് ശിവൻ തന്നെയാണ്, ശിവസ്വരൂപം തന്നെയാണ് ഗുരു എന്ന് ആ ശിഷ്യൻ മനസ്സിലാക്കുന്നു. അങ്ങനെ പെരുകിയിടും നിത്യാനന്ദം അവന് ലഭിക്കുന്നു. അവന് നിത്യാനന്ദം അതോടെ ലഭിക്കുന്നു. അപ്പോൾ ഗുരു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിത്യാനന്ദമാണ്. ഒരിക്കലും നശിക്കാത്ത നിത്യാനന്ദമാണ് ഇവിടെ തിരുമൂലദേവൻ നമുക്ക് തരുന്നത്. അപ്പോൾ ഒരു ജ്ഞാനഗുരു ശിഷ്യന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ജ്ഞാനം മാത്രമല്ല, ജ്ഞാനത്തിലൂടെ നിത്യാനന്ദം ശിഷ്യന് ലഭിക്കുന്നു. അങ്ങനെ ജീവിതകാലം മുഴുവനും നിത്യാനന്ദത്തിൽ മുഴുകി ശിവസ്വരൂപമായി തീരാൻ ഒരു സാധകന് കഴിയുന്നു. അപ്പോൾ ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ശിഷ്യന് ഈ നിത്യാനന്ദം ലഭിക്കൂ. അതുകൊണ്ട് ഗുരു അത്യാവശ്യമാണ്. ഗുരുവിലൂടെയാണ്, ജ്ഞാനഗുരുവിലൂടെയാണ് ഒരു സാധകന് എപ്പോഴും നിത്യാനന്ദം ലഭിക്കുന്നത്. ഇവിടെ തിരുമൂലദേവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 36 തത്വങ്ങളും ഒഴിഞ്ഞു പോകുന്നു. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഈ 36 തത്വങ്ങളും ഒഴിഞ്ഞു പോയിട്ട് നമ്മിൽ സാക്ഷാൽ ശിവരൂപം തെളിഞ്ഞ് പ്രകാശിക്കുന്നു. എന്നിട്ട് നിത്യാനന്ദ സുഖം നാം അനുഭവിക്കുന്നു. പിന്നെ നോക്കൂ, തുര്യങ്ങൾ 3 കടന്ന അപ്പുറം ജ്യോതിസ് എങ്ങും വ്യാപിച്ച് പരശിവം മേൽ സർവവ്യാപിയായി നിൽക്കും. സ്മൃതികൾ 6 മാനസം മാഞ്ഞ് അടുക്കാനെത്താത്ത ഗുരുപദത്തെ ആർക്ക് വിരച്ചിടാനാകും? അപ്പോൾ ഗുരുപദത്തെക്കുറിച്ച് ആർക്കും വിവരിക്കാനാവില്ല. അത് വാക്കുകൾക്ക് അതീതമാണ്. തുര്യങ്ങൾ 3 കടന്നപ്പുറം, ജീവതുര്യം അതുപോലെ തുര്യതുര്യം തുടങ്ങിയ ആ അവസ്ഥകളെല്ലാം കടന്ന് പരമതുര്യത്തിൽ എത്തി നിൽക്കാൻ സാധകനെ സഹായിക്കുന്നത് ഗുരുവാണ്. അതോടെ സാധകനിൽ ജ്യോതിസെങ്ങും വ്യാപിക്കുന്നു. പരശിവം സർവവ്യാപിയായി അയാളിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, ഈ ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അയാൾ പരമജ്യോതിയായി വിളങ്ങുന്നു. അങ്ങനെ പരമജ്യോതിയായി വിളങ്ങുന്ന പരശിവത്തെ സർവവ്യാപിയായി കാണാൻ ആ സാധകന് കഴിയുന്നു. ഇതാണ് ഒരു ജ്ഞാനഗുരു ഒരു ശിഷ്യന് നൽകുന്ന പരമശിവപദപ്രാപ്തി. അതിലൂടെ നിത്യാനന്ദമാണ്, നിത്യജ്യോതിസാണ് അയാൾക്ക് ലഭിക്കുന്നത്. ഈ ജ്ഞാനഗുരുവിൻ്റെ സർവശ്രേഷ്ഠമായ വിശ്വരൂപം ആദ്യം കാണുന്നത് അർജുനനാണ്.
അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുന്നൊരു ഭാഗമുണ്ട്. മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതം ആത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വന്യേ ന ദൃഷ്ടപൂർവം എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: അല്ലയോ അർജുന, നിന്നിൽ പ്രസന്നനായ ഞാൻ സ്വന്തം യോഗശക്തിയാൽ ഈ പരമോത്കൃഷ്ട രൂപം, അതായത് ഈ മഹാഗുരു രൂപം നിനക്ക് ഞാൻ കാട്ടിത്തരുന്നു. വിശ്വരൂപം ഞാൻ നിനക്ക് കാട്ടിത്തരുന്നു. അതെങ്ങനെയുള്ളതാണ്? തേജോമയവും വിശ്വാത്മകവും അനന്തവും ആദിമൂലവുമായ എൻ്റെ ഈ രൂപം നീയൊഴിച്ച് മറ്റാരും കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യം കാണുന്ന ആ ഗുരുരൂപം സാക്ഷാൽ അർജുനനാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവത് പ്രസാദത്താലാണ് അർജുനന് ഈ ദിവ്യ ദർശനം ലഭിച്ചത്. തേജോമയവും അനന്തവും ആദിമൂലവുമായ ഈ വിശ്വരൂപം നീയാണ് ആദ്യം ദർശിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. നമുക്കും ഈ മഹാദിവ്യരൂപം തിരുമൂലദേവൻ ഇപ്പോൾ കാട്ടിത്തരുന്നു. അതാണ് ജ്ഞാനഗുരുവായ തിരുമൂലദേവൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദക്ഷിണ. ഇത് ജ്ഞാനദക്ഷിണയാണ്. ഈ ജ്ഞാനദക്ഷിണ സ്വീകരിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഓം ശിവായ തിരുമൂലദേവായ നമഃ.